Hello all, welcome to M4 Learning app. Bhagya, Pravida, Shifina, Ramya, Vidya, Sunida, Jinsi. Okay. So, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്മിത്ത്, റിക്കാർഡോ, ഹെക്ഷർ ഓഹ്ലിൻ, ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ, റീസൺ ഡെവലപ്മെന്റ്സ്, ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഓക്കെ, സോ ഇതാണ് ടോപ്പിക്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് ശേഷം നമുക്ക് എല്ലാതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഒന്ന് ലിസൺ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സോ ഫസ്റ്റ് എന്തായിരുന്നു? ആദം സ്മിത്ത് ക്ലാസിക്കൽ ട്രേഡ് തിയറി. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദം സ്മിത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ എന്തായിരുന്നു? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആരുടെയാണ്? ആദം സ്മിത്ത്. ഓക്കെ, സോ അതിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കോർ എന്ന് പറഞ്ഞാൽ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മാക്സിമം എഫിഷ്യൻസി, അതായത് മാക്സിമം ബെസ്റ്റ് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗുഡ്സ്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് ഗുഡ്. ആ ഒരു മോർ എഫിഷ്യൻ്റ് ആയിട്ട് എത്രത്തോളം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിൽ വേറെ കൺട്രീസിനെക്കാളും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്താണ്. ഇഫ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് ഗുഡ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ എനി അതർ കൺട്രി, മറ്റുള്ള ഏത് കൺട്രീനെ വെച്ചിട്ടും എന്ത് ചെയ്യുക? വളരെ മോർ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇംപ്ലിക്കേഷൻ ഫോർ ട്രേഡ് ആണ്. അതേപോലെ കൺട്രീസ് വന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് കൺട്രീസ് ഇപ്പോൾ എവിടെ സ്പെഷ്യലൈസ് ചെയ്യുക? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. സോ അതായത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പക്ഷെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ആൻഡ് ട്രേഡ് വിത്ത് അതർ കൺട്രീസ്. സോ അതേപോലെ ഇവർ എന്ത് നടത്തും? വേറെ കൺട്രീസ് ആയിട്ട് ട്രേഡ് നടത്തും. സോ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അവർ ജസ്റ്റ് നോക്കാതെ ലെസ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുക അതും കൂടെ നോക്കാൻ വേണ്ടി. മനസ്സിലായോ? ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് സ്പെഷ്യലൈസ് ചെയ്യണം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള അവിടെ നല്ല രീതിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് അവർ മറ്റുള്ള കൺട്രീസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. മറ്റുള്ളവർ പറഞ്ഞാൽ ലെസ് എഫിഷ്യൻ്റ് ആയിട്ട് ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള കൺട്രീസ് ആയിട്ടും ട്രേഡ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള നല്ല എഫിഷ്യൻസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഉള്ള കൺട്രിയും വേറെ ലെസ് എഫിഷ്യൻ്റ് ആയിട്ട് ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന കൺട്രീസും കൂടെ ആയിട്ട് എന്ത് ചെയ്യുക? ട്രേഡ് നടത്തുക. ഓക്കെ, അടുത്ത ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് തന്നെ അവരുടെ ഫുള്ളി ആയിട്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നില്ല? ഫോക്കസ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എത്രത്തോളം ഈ ട്രേഡിന്റെ കൺട്രീസ് തമ്മിലുള്ള പൊട്ടൻഷ്യാലിറ്റിന്ന്. പക്ഷെ അപ്പോൾ രണ്ട് കൺട്രീസിന് എന്തുണ്ടാവില്ല? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓവർ ഈച്ച് രണ്ട് കൺട്രീസിനും ഉണ്ടാവില്ല. ഒന്ന് മോർ എഫിഷ്യൻ്റ് ആണെങ്കിൽ വേറെ എന്തായിരിക്കും? ലെസ് എഫിഷ്യൻ്റ് ആണ്. കാരണം മറ്റുള്ള കൺട്രീസിനെക്കാളും ഒന്നും കൂടെ മോർ അഡ്വാൻറ്റേജ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ആദം സ്മിത്തിന്റെ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞ? ആദം സ്മിത്തിന്റെ ക്ലാസിക്കൽ ട്രേഡ് തിയറി അല്ലെങ്കിൽ ആദം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദം സ്മിത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ അവിടുത്തെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിക്ക് എപ്പോഴാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകാന്ന് വെച്ചാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം? മോർ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അനദർ കൺട്രിയേക്കാളും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കൺട്രീസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൺട്രീസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ആ ബെസ്റ്റ് ആയിട്ട് മോർ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ആയിട്ടും എന്ത് ചെയ്യുക? അവർ ട്രേഡ് നടത്തും. ഓക്കെ, സോ മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല? ഫുൾ ആ ട്രേഡിന്റെ ഇത് പൊട്ടൻഷ്യാലിറ്റി എത്രയെന്ന് അവർ എന്ത് ചെയ്യുന്നില്ല? എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ കാരണം എന്താണ്? രണ്ടിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഒന്ന് മോർ എഫിഷ്യൻ്റ് ആണെങ്കിൽ ഇന്നൊന്ന് ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇതാണ് ആദം സ്മിത്ത്. ഓക്കെ, അനീഷ, അസ്ലമിയ, ഷിഫ്ന, ഭാഗ്യ. ഓക്കെ, ആക്ച്വലി നമ്മൾ ക്ലാസ് ഡെയിലി പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സൗണ്ടിന്റെ കാര്യം ഞാൻ ഇൻഫോം ചെയ്തപ്പം ഓക്കെ ആണ്, നല്ല സൗണ്ട് ഇല്ല പക്ഷെ എന്നാലും സൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ടെക്നീഷ്യനെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ.
നെക്സ്റ്റ് ഞാൻ എടുക്കാം. സോ അത് അടുത്തതാണ് ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോന്റെ തിയറി എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കൺട്രിക്ക് എന്തുണ്ടാവില്ല, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവില്ല ഏത് ഗുഡ്സും. ആക്ച്വലി അവിടെ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്നത് ട്രേഡിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത് ചെയ്യുക, അവർക്ക് ബെനിഫിറ്റ് കിട്ടുക. ആക്ച്വലി അവർ എന്ത് ചെയ്യും, ഗുഡ്സ് സ്പെഷ്യലൈസ് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് അവിടെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കും. പക്ഷെ അവിടെ എന്തായിരിക്കും ഇത് വെച്ച് ചെയ്യുക, ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയായിരുന്നു, കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് എവിടെന്നാണ് ഈ ബെനിഫിറ്റ് അറൈസ് ചെയ്യുക, ട്രേഡിൽ നിന്നാണ് ബെനിഫിറ്റ് കിട്ടുക. പക്ഷെ അവർ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക, കോസ്റ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആയിരിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻ ഫോർ ട്രേഡ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കൺട്രീസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അവിടെ എന്തുണ്ടാകും, മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? സോ കൺട്രീസ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കൺട്രീസ് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുക. അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അവിടെ എന്താണ്ടാവുക, മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആയിരിക്കും അറൈസ് ചെയ്യുക. മനസ്സിലായോ? കാരണം പറഞ്ഞിട്ട് കമ്പാരിറ്റീവ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രണ്ടുപേരുടെയും സൈഡിൽ എന്തായിരിക്കും, അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണേ സ്പെഷ്യലൈസ് ചെയ്തിട്ട് രണ്ട് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ടും കൂടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ. മനസ്സിലായോ? ഒരു മ്യൂച്വൽ ട്രേഡിലൂടെ. നെക്സ്റ്റ് ആണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് എങ്ങനെ ഒക്കർ ചെയ്യുക പറഞ്ഞാൽ കൺട്രീസ് തമ്മിലായിരിക്കും ട്രേഡ് കണ്ടക്ട് ചെയ്യുക. ഒരു വൺ വേ മേ ഹാവ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും രണ്ട് ഗുഡ്സിനും, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും ഇവിടെ അറൈസ് ചെയ്യുക. മനസ്സിലായോ? ഇവിടുത്തെ ക്രിറ്റിസിസം പറയുന്നത് ലേബർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവർ മെയിൻ ആയിട്ട് ക്യാപിറ്റൽ കൺസിഡറോ ക്യാപിറ്റലിലെ ലാൻഡോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ലേബർ ആയിട്ടാണ് മെയിൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ളത്. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കേട്ടോ. അത് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണേ. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത്, ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പൊ എന്തൊക്കെയായിരുന്നു, കൺട്രിക്ക് ഒബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രേഡിൽ നിന്നായിരിക്കും ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ ഒരു ഗുഡ്സ് സ്പെഷ്യലൈസ് ചെയ്യും, പക്ഷെ ഇവരെ ചെയ്യുന്നത് എന്തായിരിക്കും, ലോവസ്റ്റ് കോസ്റ്റിലായിരിക്കും ചെയ്യുക. ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺട്രീസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് രണ്ടിലും എന്ത് നോക്കും, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നോക്കും, ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും തുല്യമായിട്ട് ബെനിഫിറ്റ് കിട്ടുള്ള രീതിയായിരിക്കും പരസ്പരം, അങ്ങനെയുള്ള രീതിയിലായിരിക്കും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ട്രേഡ് ഇവർ നടത്തുക. ഇവിടുത്തെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ട്രേഡ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കൺട്രീസ് തമ്മിലായിരിക്കും. അപ്പോൾ ഒരവിടെ എന്തുണ്ടാകും, അഡ്വാൻറ്റേജ് ഉണ്ടാകും. അപ്പോൾ മറ്റവിടെ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും അറൈസ് ചെയ്യുക. മനസ്സിലായോ? ക്രിറ്റിസിസം പറയുന്നത് ലേബർ ആണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിലെ, ലേബർ ആണ് ഒരൊറ്റൊന്ന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്ത് നോക്കുന്നില്ല, ക്യാപിറ്റലോ ലാൻഡോ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഡേവിഡ് റിക്കാർഡോന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഹെക്ഷർ ഓഹ്ലിനാണ്. ഹെക്ഷർ ഓഹ്ലിന്റെ എന്ന് പറയുന്നത് HO ആണ്. സോ ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, ഹെക്ഷർ ഓഹ്ലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓടി വരേണ്ടത് ഫാക്ടർ എൻഡോമെന്റ് ആൻഡ് റിലേറ്റീവ് അബൻഡൻസ് എന്ന് പറയുന്നത് ആരുടെയാണ്, ഹെക്ഷർ ഓഹ്ലിന്റെ ആണ്. ഓക്കെ, സോ ഇവിടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺട്രി എന്ത് ചെയ്യും, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യും. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്. അപ്പൊ അതൊക്കെ എന്താണ്, അബൻഡന്റ് ആണ്. അബൻഡന്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, ലാർജ് കേട്ടോ, ഇൻ ദാറ്റ് കൺട്രി. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സ്കെയേഴ്സ് ആണ്, എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ അബൻഡന്റ് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, കൺട്രിയിൽ നമുക്ക് നമ്മുടെ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. എന്താണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ്, എന്താണ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അടുത്തതാണ് ലേബർ അബൻഡന്റ് എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും അതേപോലെ എന്ത് ചെയ്യുക, എങ്ങനെയുള്ള എക്സ്പോർട്ട് ചെയ്യണം, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? ഒരു ക്യാപിറ്റൽ അബൻഡന്റ് കൺട്രിയാണ്, അതിനർത്ഥം ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉള്ള കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് എക്സ്പോർട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതേസമയം ഇപ്പൊ ലേബർ അബൻഡന്റ് കൺട്രി ആണ്, ഒരുപാട് ലേബർ ഉള്ള കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്താ എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. സോ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ട്രേഡ് പാറ്റേൺസ് ഇപ്പൊ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ചാൽ അബൻഡൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ്. അതായത് ജസ്റ്റ് ഡിഫറൻസസ് അല്ല നോക്കുന്നത്, അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട്, ലാർജ് എമൗണ്ട് എത്രത്തോളം ഉണ്ടെന്നായിരിക്കും അത് നോക്കുന്നത്. ഓക്കെ, അടുത്താണ് ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറിയിൽ എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ഫാക്ടർ, ഈ മോഡൽ സജസ്റ്റ് ചെയ്യണേ പറഞ്ഞാൽ കൺട്രിയിലെ ഫാക്ടർ എൻഡോമെന്റ് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓടി വരേണ്ടത് ലേബർ, ക്യാപിറ്റൽ, ലാൻഡ് ആണ്. സോ ഇതിലൂടെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുക. ലിനഫ് പാരഡോക്സ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരുടെയും കൂടെ ചാലഞ്ച് ആണ്, ഹെക്ഷർ ഓഹ്ലിന്റെ ചാലഞ്ച് ആണ് ലിനഫ് പാരഡോക്സ് എന്ന് പറയുന്നത്.
സോ ഇതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ എന്തിന്റെ ഓപ്പോസിറ്റ് ആണ്? ഹെക്സറോഹലിൻ മോഡലിന്റെ ഓപ്പോസിറ്റ് ആണ്, കോൺട്രഡിക്റ്റ് ആണ്. അപ്പോൾ US എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ അബൻഡന്റ് കൺട്രിയാണ് US എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യും, മോർ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യും ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സിനേക്കാളും. അപ്പോൾ അവരെന്ത് ചാലഞ്ച് ചെയ്യാറ്? ജസ്റ്റ് എന്താണ് പ്രിഡിക്റ്റ് ആണ് ചെയ്യുക എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് പ്രിഡിക്റ്റ് ആയിരിക്കും ചെയ്യുക. അവിടുത്തെ ക്രിറ്റിസിസം പറയുന്നത് ഇവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൊബൈൽ വിത്തിൻ കൺട്രീസ്, അതായത് ഉള്ളിൽ തന്നെ ആയിരിക്കും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചേഞ്ചസ് ഉണ്ടാവും. സെയിം മൊബൈൽ അക്രോസ് കൺട്രീസ് പറയുമ്പോൾ അതായത് കൺട്രീസിന് ഉള്ളിലായിരിക്കും ഈ ട്രേഡും കാര്യങ്ങൾ നടത്തുക, ഉള്ളിൽ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവില്ല അക്രോസ് കൺട്രീസിൽ നടത്തുന്ന സമയത്ത്. സോ അത് എപ്പോഴും എന്തായിരിക്കില്ല? റിയലിസ്റ്റിക് ആയിരിക്കില്ല. അതാണ് വിച്ച് ഈസ് നോട്ട് ഓൾവേസ്, എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കില്ല ഈ ഗ്ലോബലൈസ്ഡ് എക്കോണമിയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് എന്ന് പറഞ്ഞു തരാമെന്നുള്ളത്. ലേബർ ഇന്റൻസീവ് ഗുഡ്സിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഈ ഗുഡ്സിൽ എന്താ ആവശ്യം പറഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് ലേബർ വന്നിട്ട് ആവശ്യമാണ്. അതായത് മെഷീനറി, എക്യുപ്മെന്റ്, ടെക്നോളജി ഇതൊക്കെ ആവശ്യമാണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ലേബർ വന്നിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഗുഡ്സിൽ എന്താ ആവശ്യം പറഞ്ഞാൽ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മോർ വർക്കേഴ്സാണ് ആവശ്യം. അതുപോലെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കൺട്രീസിൽ ചീപ്പർ ആയിരിക്കും, പക്ഷെ അവിടെ എന്തായിരിക്കും? അബണ്ടന്റ് സപ്ലൈ. അബണ്ടന്റ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ്ങിൽ, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, പിന്നെ അതേപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ഗുഡ്സ്, അസംബിൾ ലൈൻ പ്രോഡക്റ്റ്, ഇതിനൊക്കെ എന്ത് ആവശ്യമാണ്? ഒരുപാട് വർക്കേഴ്സ് ആവശ്യമാണ്. അതാണ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് പറഞ്ഞാൽ. ഇത് ഈ ഗുഡ്സിൽ എന്ത് ആവശ്യമാണ്? ഹൈ എമൗണ്ട് ഓഫ് ലേബർ ആവശ്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെഷീനറി, എക്യുപ്മെന്റ്, ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വയർ ദ ഹെൽപ്പ് ഓഫ് ഹയർ എമൗണ്ട് ഓഫ് ലേബർ. ഓക്കെ, സോ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ കൺട്രീസിന് ഇപ്പോൾ ലാർജ് ആയിട്ട് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ലേബർ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാം? അതൊന്നും കൂടെ സ്പെഷ്യലൈസ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് അപ്പോൾ ലേബർ. സിമ്പിൾ ആയിട്ട് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഹയർ എമൗണ്ട് ഓഫ് ലേബറിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ അടുത്തതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഗുഡ്സിൽ ഹയർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാകുക. എന്തൊക്കെ ക്യാപിറ്റൽ വരിക എന്ന് വെച്ചാൽ മെഷീനറി, ടെക്നോളജി, എക്യുപ്മെന്റ്. ഓക്കെ, ലേബറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റിലൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കൂടുതലായിട്ട് എവിടേക്കാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ മെഷീനറി, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ഇതിലൊക്കെയായിട്ടാണ്. സോ ഇവിടെ എന്താ ആവശ്യം പറഞ്ഞാൽ സിഗ്നിഫിക്കൻ എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് മെഷീനറിയിലും ഫാക്ടറിയിലും ഹൈ ടെക്നോളജി എക്യുപ്മെന്റിലും ഒക്കെ. സോ ഒരുപാട് വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എപ്പോഴും, അതല്ല റേദർ ദാൻ റിലൈങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ എന്ത് ചെയ്യുക? വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ആവശ്യമാണ് ഈ മെഷീനറിയിലും ഫാക്ടറിയിലൊക്കെ. ഓക്കെ, ഹൈ ടെക്നോളജി എക്യുപ്മെന്റ്. സോ അതേപോലെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് കൺട്രീസിൽ കൂടുതലായിട്ട് എമർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ലെവൽ ഓഫ് ക്യാപിറ്റൽ വന്നിട്ട് അവൈലബിൾ ആയിരിക്കും ലാർജ് ഫാക്ടറീസ്, അഡ്വാൻസ് മെഷീനറിയിലൊക്കെ. സോ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമൊബൈൽസ്, അതായത് കാർ മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ്, ഇത് നെക്സ്റ്റ് ഓയിൽ റീഫൈനിങ് അല്ലെങ്കിൽ കെമിക്കൽ പ്രൊഡക്ഷൻ, നെക്സ്റ്റ് എയറോസ്പേസ് പ്രോഡക്റ്റ്, ഇതൊക്കെ. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കൺട്രീസിന് ഇപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണെന്നുണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ മെഷീനറി, സ്കിൽഡ് ലേബർ, ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് കൂടുതലായിട്ട് ഒന്നും കൂടെ സ്പെഷ്യലൈസ് ചെയ്യുക ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് പ്രൊഡക്ഷനിൽ. സോ ഇവിടുത്തെ കമ്പാരിസൺ എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അപ്പോൾ നമുക്ക് 3 എണ്ണം പറഞ്ഞത്, ഒന്ന് സ്മിത്ത്, ഒന്ന് റിക്കാർഡോ, ഒന്ന് ഹെക്സർ. സോ സ്മിത്ത് എന്താ ഫോക്കസ് ചെയ്യണം? അബ്സല്യൂട്ട് എഫിഷ്യൻസി, സ്പെഷ്യലൈസേഷൻ ആണ്. റിക്കാർഡോ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, റിലേറ്റീവ് ഓപ്പർച്യൂണിറ്റി, കോസ്റ്റ് ആണ് നോക്കുന്നത്. ഹെക്സറോഹൻ എന്ന് പറയുമ്പോൾ ഫാക്ടർ, എൻഡോവ്മെന്റ്, ക്യാപിറ്റൽ, ലേബർ, ലാൻഡ് ആണ് ഇവിടുത്തെ ട്രേഡ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെക്സറോഹൻ മോഡൽ എന്ന് പറയുമ്പോൾ റിക്കാർഡോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ കൂടെയാണ്. അതേപോലെ ഫാക്ടർ, എൻഡോവ്മെന്റും. സോ ഇതിലൂടെ കൺട്രീസിന് എങ്ങനെയൊക്കെയാണ് ട്രേഡ് നടക്കുക, എങ്ങനെയൊക്കെയാണ് ട്രേഡിന് ബെനിഫിറ്റ് അറൈസ് ചെയ്യണം, റിസോഴ്സ് ബേസ് ചെയ്തിട്ട് ഇതൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് എന്താണ്, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഹെക്സറോഹൻ കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫാക്ടർ, എൻഡോവ്മെന്റും അതിലെ റിലേറ്റീവ് അബൻഡൻസും ആണ്. കൺട്രി കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക ഗുഡ്സ്, സോ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആണ്. ഇത് വളരെ ലാർജ് എമൗണ്ട് നീഡഡ് ആണ് കൺട്രിയിൽ. അത് ഇമ്പോർട്ട് ചെയ്യുക ഗുഡ്സ് അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്കെയർസ് ആണ്. ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആണ്. ഒരു ലേബർ അബണ്ടന്റ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആണ്. ഇവിടുത്തെ ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് പാറ്റേൺസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ്. ഓക്കെ, സോ നോട്ട് ജസ്റ്റ് ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ. സോ അതേപോലെ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറിയിൽ എന്താ സജസ്റ്റ് ചെയ്യണേ പറഞ്ഞാൽ കൺട്രിയുടെ ഫാക്ടർ ഉണ്ടാവും, ലാൻഡ്, ലേബർ, ക്യാപിറ്റലിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുക? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വന്നിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഹെക്സറോഹന്റെ കോൺട്രഡിക്ടറി ആണ് ലൈൻ ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്.
സോ അതേപോലെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മാറിക്കൊണ്ടേ ഈ കൺട്രീസിന്റെ ഉള്ളിൽ വലിയ ഉണ്ടാവില്ല അക്രോസ് കൺട്രീസ് വെച്ച് ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അപ്പോൾ 3 തിയറീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദം സ്മിത്തിന്റെ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ക്ലാസിക്കൽ ട്രേഡ് തിയറി, ഡേവിഡ് റിക്കാർഡിന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, നെക്സ്റ്റ് ഹെക്സർ ഓഹ്ലിൻ അതായത് ഫാക്ടർ എൻഡോമെന്റ് ആൻഡ് റിലേറ്റീവ് അബണ്ടൻസ്. ഓക്കെ, സോ ക്ലിയർ ആയോ? സോ വോൺലി ഞാൻ പറഞ്ഞല്ലോ ടെക്നീഷ്യൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് അങ്ങനെ നോക്കി നോക്കാം കേട്ടോ. ഞാൻ അവിടെ അന്വേഷിച്ച സമയത്ത് ഓക്കെ ആണ്, ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയാണ് പറഞ്ഞത്. അത് ഇന്നത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി നോക്കാം എന്താന്ന് കേട്ടോ. ഓക്കെ, അഞ്ജന, അസ്ലമിയ, അനീഷ, ഭാഗ്യ, ഷിഫ്ന, അസ്ല ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്, ശ്രദ്ധിക്കുക. ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. സോ ഇവിടുത്തെ ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്നിട്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. സോ ആക്ച്വലി എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ്, അതായത് കൺട്രീസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ബാരിയേഴ്സിന്റെ മീനിങ് എന്താണെന്നറിയോ? റെസ്ട്രിക്ഷൻ ആണ് കേട്ടോ. സോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക ട്രേഡ് നടത്താനൊക്കെ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കണേ പറഞ്ഞാൽ ലേബർ, ക്യാപിറ്റൽ. സോ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എന്നൊരു എക്കണോമിക് കോപ്പറേഷൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. സോ ആക്ച്വലി സെവറൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് ഉള്ളത്. അത് എപ്പോഴും എന്ത് ചെയ്തു മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതേപോലെ ബാരിയേഴ്സ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക ഫുള്ളായിട്ട്. സോ അപ്പോൾ എന്താണ് എക്കണോമിക് ഇന്റഗ്രേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു? കൺട്രീസ് എന്തെങ്കിലും ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ കോപ്പറേഷൻ ഉണ്ടാവണം ട്രേഡ് നടത്തുന്ന സമയത്ത്. സോ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ കൺട്രീസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്തെങ്കിലും ബാരിയേഴ്സോ റെസ്ട്രിക്ഷനോ ഉണ്ടെങ്കിൽ ട്രേഡ് നടത്തുന്ന സമയത്ത്. ട്രേഡ് നടത്തുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൂവ്മെന്റിൽ ഇപ്പോൾ ലേബറിൽ, ക്യാപിറ്റലൊക്കെ. സോ മെയിൻ ആയിട്ട് അവിടെ എന്തുണ്ടാവണം, ഒരു കോപ്പറേഷൻ ഉണ്ടാവണം, അത് എപ്പോഴും പ്രൊമോട്ട് ചെയ്യണ രീതിയിൽ. സോ സെവറൽ ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ഉള്ളത് അത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വാരി ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. സോ ബാരിയേഴ്സ് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, റിമൂവ് ചെയ്തിരിക്കണം. സോ ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. ലീസ്റ്റ് ഇന്റഗ്രേറ്റഡ് മുതൽ ചെറിയത് മുതലുള്ളത് മോസ്റ്റ് ഇന്റഗ്രേറ്റ് വരെ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. സോ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ പ്രൊഫഷണൽ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ നോക്കാം കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിക്കണം, PTA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. ഒരു ട്രേഡ് എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് ഉണ്ടാവുക, കൺട്രീസ് തമ്മിലാണ് ഉണ്ടാവുക. പക്ഷെ സർട്ടൈൻ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന് അവിടെ എന്ത് കൊടുക്കും, ഒരു പ്രിഫറൻഷ്യൽ ആക്സസ് ആണ് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ടാരിഫ് കിട്ടുക, അതായത് ടാക്സ് റെഡ്യൂസ് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സ് വന്നിട്ട് കുറയ്ക്കുക മാർക്കറ്റ് തമ്മിലുള്ളത്. പക്ഷെ അവിടെ എന്ത് ചെയ്യില്ല, എല്ലാ പ്രോഡക്റ്റും കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കൺട്രീസ് തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് നടത്തും. സെർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസിനായിരിക്കും ഒരു പ്രിഫറൻഷ്യൽ ആക്സസ് മാത്രം കൊടുക്കുക. അതായത് ടാക്സ് കുറയ്ക്കുക, ടാരിഫ് കുറയ്ക്കുക, ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ. എല്ലാ പ്രൊഡക്റ്റിനും അങ്ങനെയുള്ള ഇത് കിട്ടൂല. ഓക്കെ, സോ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൺട്രി എഗ്രി ചെയ്യുക, ലോവർ ടാരിഫ് എന്നുള്ള രീതിയിൽ കൺട്രി സമ്മതിക്കുക, ടാക്സ് കുറവായിട്ടുള്ള രീതിയിൽ. അതേപോലെ ട്രേഡ് പ്രിഫറൻസ് കൊടുക്കുക സം ഗുഡ്സിന് മാത്രം. സോ ലീസ്റ്റ് ഇന്റഗ്രേറ്റഡ് ആക്ച്വലി ഒരു ലീസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. സോ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും ഡെവലപ്പിംഗ് കൺട്രീസോ സർട്ടൈൻ പ്രോഡക്റ്റിനൊക്കെ. മനസ്സിലായോ? അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ട്രേഡ് പ്രിഫറൻസസ് കൊടുക്കാൻ പറ്റും ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു സർട്ടൈൻ പ്രോഡക്റ്റിന് മാത്രം. ഓക്കെ, സോ അപ്പോൾ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പം അപ്പം എന്തൊക്കെയായിരുന്നു, അതായത് ട്രേഡ് എഗ്രിമെന്റ് കൺട്രീസ് തമ്മിൽ കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ സർട്ടൈൻ ഗുഡ്സിനോ സർവീസസിനോ പ്രിഫറൻഷ്യൽ ആക്സസ് കൊടുക്കും. എന്തൊക്കെയാണ് പ്രിഫറൻഷ്യൽ ആക്സസ്, എന്ത് പ്രിഫറൻസാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടാരിഫ് റെഡ്യൂസ് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ. പക്ഷെ അവിടെ എന്ത് ചെയ്യില്ല, അതായത് എല്ലാ പ്രോഡക്റ്റും ഇതിൽ കവർ ആവില്ല. സോ അതിന്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്, കൺട്രീസ് ഒരു ലോവർ ടാരിഫിന് എഗ്രി ചെയ്യുക, ട്രേഡ് പ്രിഫറൻസ് കൊടുക്കുക, അതേപോലെ ലീസ്റ്റ് ഇന്റഗ്രേറ്റഡ് ആണ്. സോ ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്, അതേപോലെ ഡെവലപ്പ് കൺട്രീസ് എന്ത് ചെയ്യുക, ട്രേഡ് പ്രിഫറൻസ് കൊടുക്കുക ഡെവലപ്പിംഗ് കൺട്രീസ്. അതാണ് എന്ത് PTA. PTA എന്ന് വെച്ചാൽ എന്തായിരുന്നു, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ആണ് FTA ആണ്. സോ ഓരോന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. എന്തൊക്കെയാണ് ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മൈൻഡിലോട്ട് എത്തേണ്ടത് ഫസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, നെക്സ്റ്റ് ആണ് എന്ത്, ഫ്രീ ട്രേഡ് ഏരിയ. ഓക്കെ, ഫ്രീ ട്രേഡ് ഏരിയ എന്താ നമുക്ക് നോക്കാം. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ത് ചെയ്യും, അതായത് ഈ ടാക്സും കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യാൻ നോക്കും. എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് നടത്താൻ. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ അപ്പോൾ ആൻഡ് അതർ ബാരിയേഴ്സ് ടു ട്രേഡ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വന്നിട്ട് എലിമിനേറ്റ് ചെയ്യുക, ടാരിഫ് വേറെ ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഓരോ കൺട്രി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ട്രേഡ് പോളിസീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ അവിടെ എന്താ ടുവേർഡ്സ് നോൺ മെമ്പർ കൺട്രീസ്, സോ അവിടെ എല്ലാത്ത കൺട്രീസായിട്ടും എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ അവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ട്രേഡ് ബാരിയേഴ്സ്, മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സ് എന്തെങ്കിലും ഉണ്ട്, ട്രേഡ് നടത്താൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് മെമ്പർ കൺട്രീസ് തമ്മിലെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി റിമൂവ് ചെയ്യണം. കൺട്രീസിന് എപ്പോഴും എന്ത് വേണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് പോളിസി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. അത് ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം, ലിബറലൈസേഷൻ വേണം, ഫ്രീഡം വേണം. സോ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാഫ്ത, അതായത് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് നാഫ്തയുടെ ഫുൾ ഫോം. സോ അത് ആരാ ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് പറഞ്ഞാൽ USMCA ആണ്, അല്ലെങ്കിൽ എന്ത് പറയും, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്. ഓക്കെ, സോ അപ്പം മനസ്സിലാക്കണം, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇപ്പോൾ ആരാ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, USMCA ആണ്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ മെയിൻ ആയി ഉദ്ദേശിക്കുന്നത് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളില്ലാതെ ഫ്രീ ആയിട്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, USMCAയുടെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ എഗ്രിമെന്റ് കേട്ടോ. സോ ആക്ച്വലി ഇവിടെ ട്രേഡ് എഗ്രിമെന്റ് 3 നാഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായിരിക്കുന്നത്, ഈ USMCA എന്തായാലും റീപ്ലേസ് ചെയ്തിരിക്കുന്നത് നാഫ്തയാണ്. ഓക്കെ, ഓൾസോ നോൺ ആസ് കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എഗ്രിമെന്റ് എന്നും പറയും കേട്ടോ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണേ. ഈ USMCA എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഓൾസോ നോൺ ആസ് കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എഗ്രിമെന്റ് കേട്ടോ. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എഗ്രിമെന്റ്. അതായത് CUSMA, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, നമ്മൾക്ക് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആരാ റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ USMCA ആണ്. USMCAയുടെ ഫുൾ ഫോം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ എഗ്രിമെന്റ് ആണ്. അത് ഓൾസോ നോൺ ആസ് എന്തും കൂടെയാണ്, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എഗ്രിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഫ്രീ ട്രേഡ് ഏരിയ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വന്നിട്ട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, ട്രേഡ് നടത്തുക. സോ ടാരിഫ് എലിമിനേറ്റ് ചെയ്യുക, ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യുക, ഓരോ കൺട്രിയും എക്സ്റ്റേണൽ ട്രേഡ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സ് ഫുള്ളായി റിമൂവ് ചെയ്യുക,
ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ ലിബറലൈസേഷൻ ആണ്. അതാണ് എന്ത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. കസ്റ്റം യൂണിയൻ ആണ്. കസ്റ്റം യൂണിയൻ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. അതായത് മെമ്പർ കൺട്രീസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റേണൽ ടാരിഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. എന്നിട്ട് കോമൺ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ടാരിഫ് വന്നിട്ട് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റേണൽ ടാരിഫ് ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ ടാരിഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വിത്തിൻ ഇന്ത്യയിൽ തന്നെ ടാക്സ് വന്നിട്ട് ഇമ്പോസ് ചെയ്യണം. എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറയുമ്പോൾ പുറമെ നമ്മൾ അപ്പോൾ ഇമ്പോസ് ചെയ്യുമല്ലോ. ഗുഡ്സ് വന്നിട്ട് ഇപ്പോൾ ഔട്ട് സൈഡ് കൺട്രി തന്നെ വരിക എന്നുണ്ടെങ്കിൽ ടാക്സ് ചുമത്തുമല്ലോ. മനസ്സിലായോ? സോ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് കൺട്രീസിന് ഇപ്പോൾ കസ്റ്റം യൂണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോമൺ ആയിട്ട് കസ്റ്റം പറയുമ്പോൾ വളരെ ഇപ്പോൾ കോപ്പറേഷൻ ആയിട്ട് തന്നെ ഒരു യൂണിയൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ട്രേഡ് പോളിസി എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക നോൺ മെമ്പർ കൺട്രീസിൽ. അപ്പോൾ മോർ ഇന്റഗ്രേറ്റഡ് ആണ് ഫ്രീ ട്രേഡ് ഏരിയനേക്കാളും. പക്ഷെ അവിടെ എന്തുണ്ട്, ഷെയർഡ് എക്സ്റ്റേണൽ ടാരിഫ് ആണ് ഉള്ളത്. സോ എക്സാമ്പിൾ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ വന്നിട്ട് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുക, കസ്റ്റം യൂണിയന്. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മെർക്കോസർ ട്രേഡ് എന്ന ബ്ലോക്ക് വന്നിട്ട് എവിടെ അവർ ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിലാണ്. എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് കസ്റ്റം യൂണിയൻ പറഞ്ഞാൽ എന്താ, ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. മെമ്പർ കൺട്രീസ് എന്ത് ചെയ്യുക, ഇന്റേണൽ ടാരിഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് റിമൂവ് ചെയ്യുക. എന്നിട്ട് എക്സ്റ്റേണൽ ടാരിഫ് ഇപ്പോൾ എന്ത് ചെയ്യുക, അവർ അഡോപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഗുഡ്സ് ഏതൊക്കെയാണ് അപ്പോൾ ഔട്ട് സൈഡ് വരുന്നത് അവിടെ എക്സ്റ്റേണൽ ടാരിഫ് അവോയ്ഡ് ചെയ്യുക. സോ ഇവിടെ കൺട്രീസ് കസ്റ്റം യൂണിയനുള്ള കൺട്രീസ് വന്നിട്ട് അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത് കോമൺ ട്രേഡ് പോളിസി ആണ് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യുക. അത് മോർ ഇന്റഗ്രേറ്റഡ് ആണ്. ഫ്രീ ട്രേഡ് ഏരിയനേക്കാളും എന്താണ്, മോർ ഇന്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇന്റേണൽ ടാരിഫ് എന്താണ്, എക്സ്റ്റേണൽ ടാരിഫ് എന്താണെന്ന് മനസ്സിലാക്കണേ. ഇന്റേണൽ ടാരിഫ് എന്ന് വെച്ചാൽ ടാക്സ് ഇമ്പോസ് ചെയ്യാണ് ഗുഡ്സ് മൂവിങ് ബിറ്റ്വീൻ ഡിഫറെന്റ് റീജിയൻസ് തമ്മിൽ ഗുഡ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, അതായത് വിത്തിൻ ദ കൺട്രിയിലായിരിക്കും. അതേസമയം എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനായിരിക്കും. അതായത് അതർ നേഷനിൽ നിന്നും വരുന്ന ഗുഡ്സിനായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇന്റേണൽ ടാരിഫ്, എന്താണ് എക്സ്റ്റേണൽ ടാരിഫ് എന്ന് നോട്ട് ചെയ്തോളൂ. ഇന്റേണൽ ടാരിഫ് എന്ന് വെച്ചാൽ ഇൻ കേസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം, മേ ബി എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമല്ലോ എന്താണ് ഇന്റേണൽ ടാരിഫ്, എക്സ്റ്റേണൽ ടാരിഫ് എന്ന്. സോ ഇന്റേണൽ ടാരിഫ് റെഫേഴ്സ് ടു ടാക്സസ് imposed on goods moving between different regions. Moving between different regions. Okay. അത് മനസ്സിലാക്കണേ. ഇനി അടുത്തത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മൂവിങ് ഡിഫറെന്റ് റീജിയൻസ് അല്ലെങ്കിൽ വിത്തിൻ കൺട്രീസ് കേട്ടോ. ഓക്കെ, സോ അത് മനസ്സിലാക്കണേ. ഓർ വിത്തിൻ എ കൺട്രി. അതേസമയം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരും, എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇമ്പോസ് ചെയ്തിരുന്ന എവിടെയാ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിലാണ്. ഓക്കെ, എക്സ്റ്റേണൽ ടാരിഫ് എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴാണ് ഇമ്പോസ് ചെയ്യുക, അതായത് ടാക്സ് ഇമ്പോസ് ഓൺ ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന എവിടെ നോക്കാം, ടാക്സ് ഇമ്പോസ്ഡ് ഓൺ imported goods entering the country from other goods and other nation ട്ടോ. imposed on imported goods entered from other nations. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണേ. സോ ഇന്റേണൽ ടാരിഫ് പറഞ്ഞാൽ എന്തായിരുന്നു, ഇന്റേണൽ ടാരിഫ് റെഫേഴ്സ് ടു ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് മൂവിങ് ബിറ്റ്വീൻ ഡിഫറെന്റ് റീജിയൻസ് ഓർ വിത്തിൻ കൺട്രി. ഒരു കൺട്രീന്റെ ഉള്ളിലോ ഡിഫറെന്റ് റീജിയൻസിലോ ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതാണ് ഇന്റേണൽ ടാരിഫ്. എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇമ്പോസ് ചെയ്യണ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, പുറമേ വരുന്ന ഗുഡ്സുകൾ ഔട്ട്സൈഡ് ഫ്രം ദ നേഷൻ. സോ അവർ എന്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുക, അതാണ് ഇന്റേണൽ ടാരിഫും എക്സ്റ്റേണൽ ടാരിഫും. ഓക്കെ, ഇത് ജസ്റ്റ് പറഞ്ഞു നിന്നുള്ള അറിഞ്ഞിരിക്കാൻ കേട്ടോ. സോ കസ്റ്റം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. മെമ്പർ ഓഫ് കൺട്രി എന്ത് ചെയ്യുക, ഇന്റേണൽ ടാരിഫ് റിമൂവ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ടാരിഫ് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ കൺട്രീസ് കസ്റ്റം യൂണിയൻ ആണ്, കൺട്രീസിന്റെ കസ്റ്റം യൂണിയൻ ഉള്ള കൺട്രീസ് എന്താ അഡോപ്റ്റ് ചെയ്യണം, കോമൺ ട്രേഡ് പോളിസി വന്നിട്ട്
അഡോപ്റ്റ് ചെയ്യുക. സോ മോർ ഇന്റഗ്രേറ്റഡ് ആണ് എന്തുള്ളത് FTA, കാരണം ഇവിടെ ഷെയർഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫാണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കോമൺ മാർക്കറ്റ് ആണ്. കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. അവിടുത്തെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ കസ്റ്റം യൂണിയന്റെ ഉള്ളത്. അവിടെ മെയിൻ ആയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, അങ്ങനെയുള്ളതൊക്കെ മെമ്പർ കൺട്രീസിനുള്ളിൽ തന്നെ. ഓക്കെ, അപ്പോൾ കീ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് എക്സ്റ്റേണൽ ടാരിഫ് ആണ് അവിടെ ഉള്ളത്. അവിടെ എന്തില്ല? ഇന്റേണൽ ബാരിയേഴ്സ് ഒന്നും ഇല്ല. എന്തായാലും എക്സ്റ്റേണൽ ടാരിഫ്? ടാക്സ് ഇമ്പോസ് ചെയ്യുക, ഗുഡ്സ് എൻറ്റേർഡ് ഫ്രം ഔട്ട്സൈഡ് നേഷനിൽ നിന്ന് വരുന്ന ഗുഡ്സിൽ നിന്ന് എന്ത് ചെയ്യുക? ടാക്സ് ഇമ്പോസ് ചെയ്യുക. അതേപോലെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ, ലേബർ എന്ന് പറയും. അവിടെ എന്താണ്? അൺറെസ്ട്രിക്റ്റഡ് ആണ്, റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവിടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ ദിസ് ഫോം, ഈ ഫോം ആക്ച്വലി മെയിൻ ആയിട്ട് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കണേ പറഞ്ഞാൽ മാർക്കറ്റ് ആക്സസും എക്കണോമിക് മൊബിലിറ്റി ഒക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക? എൻഹാൻസ് ചെയ്യുക. ഓക്കെ, സോ അവിടെ എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സിംഗിൾ മാർക്കറ്റ് എന്ന് പറയും എന്തിന്റെയും കൂടെ പാർട്ടാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ, പീപ്പിൾ ഒക്കെ എന്താണ് മൂവ് ചെയ്യണത്? ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ഓക്കെ, സോ കോമൺ മാർക്കറ്റ് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ പറയുമ്പോൾ എന്താണ്? കസ്റ്റം യൂണിയൻ. അവിടെ എന്താ ഫോളോ ചെയ്യണത്? ഫ്രീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൂവ്മെന്റ് ആണ്. അവിടെ പ്രത്യേക റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആണ് ഉള്ളത്. അവിടെ എന്തില്ല? ഇന്റേണൽ ബാരിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, ലേബർ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ കാര്യമൊന്നുമില്ല, അൺറെസ്ട്രിക്റ്റഡ് ആണ്. സോ മെയിൻ ആയിട്ട് ആ റെസ്ട്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആക്സസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എക്കണോമിക് മൊബിലിറ്റി വേണമെന്ന് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്കണോമിക് യൂണിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹയസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കൺട്രീസ് ജസ്റ്റ് ബാരിയേഴ്സ് മാത്രം റിമൂവ് ചെയ്യുക എന്നുള്ളതല്ല, അവിടെ എന്തും കൂടെ നടത്തുക? ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എന്തുണ്ടാവും? കോർഡിനേഷനും ഹാർമണൈസേഷൻ, കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്കണോമിക് പോളിസി, അതായത് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, റെഗുലേഷൻ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ. ഫിസിക്കൽ പോളിസി പറയുമ്പോൾ എന്തായിരുന്നു? ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും ടാക്സേഷൻ ഇതൊക്കെ. ഓക്കെ, സോ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഫുൾ ഇന്റഗ്രേഷൻ, ഫുൾ കോപ്പറേഷനും കാര്യങ്ങളും ഉണ്ടാകും എക്കോണമിക്സ് തമ്മിൽ. കോമൺ എക്കോണമിക് പോളിസി ആയിരിക്കും, കറൻസി, അതിന്റെ റെഗുലേഷൻസ് ഇതൊക്കെ. മെമ്പർ കൺട്രീസിന് എന്തുണ്ടാകും? ഒരു കോപ്പറേഷൻ ഉണ്ടാകും, ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസിന്, കോമ്പറ്റീഷൻ പോളിസി, അങ്ങനെ. മോണിറ്ററി യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പാർട്ടാണ്. കൺട്രീസ് ഒരു ഷെയർഡ് കറൻസി വന്നിട്ട് എന്ത് ചെയ്യുക? അഡോപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന പോലെ. ഓക്കെ, EU എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയൻ പർട്ടിക്കുലർലി ഇപ്പോൾ യൂറോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വന്നിട്ട് മെനി EU കൺട്രീസിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഹൈലി ഇന്റഗ്രേറ്റഡ് എക്കണോമിക് സിസ്റ്റം ആണ് ഉള്ളത് അവരുടെ കറൻസി തന്നെ. അപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹയസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് എക്കണോമിക് യൂണിയൻ. കൺട്രീസ് ബാരിയേഴ്സ് മാത്രം റിമൂവ് ചെയ്യാന്നുള്ളതല്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? മൂവ്മെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ട്രേഡ് നടത്തുക. അപ്പോൾ ഇതിലൂടെ കോർഡിനേഷനും കോപ്പറേഷനും എല്ലാം ഉണ്ടാകും എക്കണോമിക് പോളിസീസ് തമ്മിൽ. ഓക്കെ, സോ ആ പോളിസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, റെഗുലേഷൻസ്. ഓക്കെ, സോ അതിലെന്താണ്? ഫുൾ ഇന്റഗ്രേഷൻ ഉണ്ടാകും, കോമൺ എക്കണോമിക് പോളിസി തമ്മിൽ, കൺട്രീസ് തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ യൂണിയൻ. സോ പൊളിറ്റിക്കൽ യൂണിയൻ ഉദ്ദേശിക്കുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അവിടെ മെമ്പർ കൺട്രീസ് വന്നിട്ട് ജസ്റ്റ് വന്നിട്ട് ഇന്റഗ്രേഷൻ മാത്രമല്ല അവിടുത്തെ എക്കോണമി ആയിട്ട് നടത്തുന്നത്. അവിടെ എന്തുണ്ടാവും? ബട്ട് ഓൾസോ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടും എന്തുണ്ടാവും? ഒരു കോപ്പറേഷൻ ഉണ്ടാവും. സോ ഇതിലൂടെ എന്ത് ചെയ്യുക? ഒരു സിംഗിൾ നാഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഫോം ചെയ്യുക. സോ എന്തൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, സോ മെമ്പർ കൺട്രീസ് അവരുടെ എക്കോണമി മാത്രമായിട്ടല്ല ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ നാഷൻ ഫോം ചെയ്യാനും സാധിക്കും. സോ ആണ് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, അതേപോലെ സോഷ്യൽ പോളിസി ഫുള്ളി ആയിട്ട് എന്ത് വേണം? നമുക്ക് കോപ്പറേഷൻ, കോർഡിനേഷൻ വന്നിട്ട് ആവശ്യമാണ്. അതിൽ മെമ്പർ സ്റ്റേറ്റ്സ് എന്ത് വേണം? ഇപ്പൊ എലമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നാഷണൽ സോവർണിറ്റി അതിന്റെ റൈറ്റ്സിനനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുക? മെയിൻ ആയിട്ടുള്ളത് ഫോക്കസ് ചെയ്യുക. സോ അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ തന്നെ എന്താണ്? എൻറ്റയർ പൊളിറ്റിക്കൽ യൂണിയന്റെ ഫോക്കസ് ചെയ്യണം എന്നുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി. സോ എക്സാമ്പിൾ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സോവിയറ്റ് യൂണിറ്റ്, അങ്ങനെ. ഓക്കെ, സോ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിയൻ ആണ്. മെമ്പർ കൺട്രീസ് അവരുടെ എക്കോണമി മാത്രമായിട്ടല്ല ഇന്റഗ്രേറ്റ് ചെയ്യുക, പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടും എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒരു സിംഗിൾ നാഷൻ ഫോം ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് എക്കണോമിക് ഇന്റഗ്രേഷൻ ഇപ്പൊ നമ്മൾ ഇതിനെ സമ്മറി ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക, ലീസ്റ്റ് ഇന്റഗ്രേഷൻ. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ബാരിയേഴ്സ് ഒന്നുമില്ല, പക്ഷെ സെപ്പറേറ്റ് എക്സ്റ്റേണൽ പോളിസി ഉണ്ടാകും. കസ്റ്റം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ടാവുക, ഇന്റേണൽ ട്രേഡ് ടാരിഫ് ഉണ്ടാവില്ല, ബാരിയേഴ്സ് ഉണ്ടാവില്ല. കോമൺ മാർക്കറ്റ് പറയുമ്പോൾ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സും സർവീസും ക്യാപിറ്റൽ ലേബറും ആണ്. എക്കണോമിക് യൂണിയൻ പറയുമ്പോൾ അവിടെ കോർഡിനേഷൻ ഉണ്ടാകും, എക്കണോമിക് പോളിസീസും ഷെയർഡ് കറൻസി, ഇന്റഗ്രേറ്റഡ് എക്കണോമിക് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. പൊളിറ്റിക്കൽ യൂണിയൻ പറയുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇന്റഗ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക, ഒരു യൂണിഫോംഡ് ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക.
സോ ഈ ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? മെമ്പർ കൺട്രീസിന്റെ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ കോപ്പറേഷനും കാര്യങ്ങളും ഉണ്ടാവുക. ഓക്കെ, സോ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പോളിസീസ് റെഗുലേഷൻ ആണ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയായിരുന്നു ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ശ്രദ്ധിക്കുക, ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ PTA, നെക്സ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ FTA, നെക്സ്റ്റ് കസ്റ്റം യൂണിയൻ, നെക്സ്റ്റ് കോമൺ മാർക്കറ്റ്, നെക്സ്റ്റ് എക്കണോമിക് യൂണിയൻ, നെക്സ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻ, നെക്സ്റ്റ് ഇതിന്റെ ഓവറോൾ ആയിട്ട് ഒരു ഹിന്റായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അഞ്ജന, ഭാഗ്യ, അനീഷ, വിദ്യ, അസ്ലമിയ, പ്രവിത, ക്ലിയർ ആയോ? ഓക്കെ, അനീഷ, ഭാഗ്യ, അഞ്ജന. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് റീസൺ ഡെവലപ്മെന്റ്സ്. ഓക്കെ, സോ റീസൺ ഡെവലപ്മെന്റ്സ് ഗ്ലോബൽ എക്കോണമിയിലും ഇന്ത്യൻ എക്കോണമിയിലും എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് റീസൺ ഡെവലപ്മെന്റ്സ്. ഗ്ലോബൽ എക്കോണമിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വന്നു നോക്കാം. അതായത് റീസെന്റ് ആയിട്ട് വന്ന ഡെവലപ്മെന്റ്സ് ഗ്ലോബൽ എക്കോണമിയിൽ US ചൈന ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. US ചൈന എന്ന് പറയുന്നത് എഗ്രി ചെയ്തിട്ടുണ്ട് ടാരിഫ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ട്രേഡ് അപ്പോൾ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാനും അതേപോലെ ചീപ്പായിട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ആരൊക്കെ തമ്മിലുള്ള ട്രേഡ് ഡീലാണ്? US ചൈന. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ UK തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടന്നിട്ടുണ്ട്. ഇന്ത്യയും UK സൈൻ ചെയ്തിട്ടുണ്ട് ട്രേഡ് ഡീല്. അതായത് ഇമ്പോർട്ട് ടാക്സ് കട്ട് ചെയ്യണം എന്നുള്ളതും ബിസിനസ് ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ളത്. ബൂസ്റ്റപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തേ? പ്രൊമോട്ട് ചെയ്യുക, അതായത് ഇൻക്രീസ് ചെയ്യുക ബിറ്റ്വീൻ രണ്ട് കൺട്രീസ് തമ്മിൽ. ഓക്കെ, അടുത്തതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ട്രേഡ് റൂട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അതായത് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അതായത് മിഡിൽ ഈസ്റ്റിലൂടെയും. സോ ഇതിലൂടെ ട്രാൻസ്പോർട്ട്, ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഒരു ന്യൂ ട്രേഡ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കണക്ട് ചെയ്യുക. അതിലൂടെ തന്നെ മിഡിൽ ഈസ്റ്റ്. സോ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ടും ട്രേഡും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്താണ് ചൈന ഇൻവെസ്റ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക എന്ന് ഉദ്ദേശിക്കുന്നത്. ചൈന ഒന്നുകൂടെ എന്തായിരിക്കും ഇവിടെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് $10 ബില്യൺ ലോൺസും ലാറ്റിൻ അമേരിക്ക കൊടുക്കാന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഡെവലപ്മെന്റും സപ്പോർട്ട് ചെയ്യാനും ട്രേഡ് ഇൻക്രീസ് ചെയ്യാനും. ഓക്കെ, അതാണ് ചൈന ഇൻവെസ്റ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അടുത്താണ് ആഫ്രിക്കൻ ട്രേഡ് എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ AFCFTA എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആഫ്രിക്കൻ കൺട്രീസ് ട്രേഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയയിൽ. സോ അവിടെ ഫ്യൂവർ ടാരിഫും ഈസി ആയിട്ട് പേയ്മെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബൽ എക്കോണമിയിൽ സംഭവിച്ചിട്ടുള്ളത് റീസെന്റ് ആയിട്ട് ഡെവലപ്മെന്റ്സ്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് US ചൈന ട്രേഡ് ഡീലാണ്. US ചൈന ട്രേഡ് ഡീല് ഇവരുടെ മെയിൻ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ടാരിഫ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ട്രേഡ് ഒന്നുകൂടെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുക. പിന്നെ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ അവിടെ എന്ത് ചെയ്യും? ഇന്ത്യ UK വന്നൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യും. ഇമ്പോർട്ട് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും ബിസിനസ് ബൂസ്റ്റപ്പ് ചെയ്യാനും. അതേപോലെ നെക്സ്റ്റ് ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ വന്നിട്ട് ഒരു ന്യൂ ട്രേഡ് വന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്യാം. ഇന്ത്യയും യൂറോപ്പും മിഡിൽ ഈസ്റ്റും വന്നിട്ട് കണക്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടും ട്രേഡും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ചൈന ഇൻവെസ്റ്റ് ചെയ്യുക ലാറ്റിൻ അമേരിക്ക. ചൈന പ്രോമിസ് ചെയ്താണ് $10 ബില്യൺ ലോൺസ് ആയിരിക്കും ലാറ്റിൻ അമേരിക്ക കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുക, ട്രേഡ് കൂട്ടുക. ആഫ്രിക്കൻ ട്രേഡ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അത് ആഫ്രിക്കൻ കൺട്രീസ് ഇവിടെ ആരായിട്ടാണ് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടത്? ട്രേഡ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ ആയിട്ടാണ്. ഫ്യൂവർ റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉള്ള ഈസി ആയിട്ട് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഏതൊക്കെ ഗ്ലോബൽ എക്കോണമിയിൽ വരുന്ന റീസെന്റ് ഡെവലപ്മെന്റ്സ്? ആക്ച്വലി US ചൈന ട്രേഡ് ഡീൽ, ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ചൈന ഇൻവെസ്റ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക, നെക്സ്റ്റ് ആഫ്രിക്കൻ ട്രേഡ് എക്സ്പാൻഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ എക്കോണമിയിൽ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം.
സോ ഇന്ത്യ സ്ട്രോങ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുള്ളതാണ് ദാൻ എനി മേജർ എക്കോണമി വെച്ച് നോക്കുമ്പോൾ അതായത് 6.5% ആയിരിക്കും 25 to 26 ഉണ്ടാവാന്ന് ഇന്ത്യയുടെ സ്ട്രോങ് ഗ്രോത്ത്. നെക്സ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് 2025 ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തൊരു ന്യൂ ബഡ്ജറ്റ് ആണ്. നോ ടാക്സ് ഓൺ ഇൻകം അപ് ടു 12.75 ലാക്ക് വരെ അവിടെ എന്തില്ല ടാക്സ് ഇല്ല എന്ന്. സോ മിഡിൽ ഇൻകം ഫാമിലിസിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബിഗ് റോഡ് പ്രോജക്റ്റ് ഇൻ കേരള ഉദ്ദേശിക്കുന്നത്. കേരള അനൗൺസ് ചെയ്തിരിക്കുന്നത് 31 റോഡ് പ്രോജക്റ്റ് ആണ്. സോ $50,000 ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി റോഡും അതേപോലെ എക്കോണമി ബൂസ്റ്റപ്പ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ടോക്സ് എന്ന് പറയുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ട്രേഡ് ഡീലാണ്. സോ മെയിനായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെ എൻവിറോൺമെന്റൽ റൂൾസും പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്ത്യ സ്ട്രോങ് ഗ്രോത്ത്, ഇന്ത്യ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും വേറെ മേജർ എക്കോണമിനേക്കാളും. സോ ഇന്ത്യ എക്സ്പെക്ട് ടു ഗ്രോ ഫാസ്റ്റർ ദാൻ എനി മേജർ എക്കോണമി അറ്റ് അബൌട്ട് 6.5% 25 to 26. നെക്സ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തൊരു ന്യൂ ബഡ്ജറ്റ് ആണ്. നോ ടാക്സ് ആയിരിക്കും. ഇൻകം അപ് ടു 12.75 ലാക്ക് വരെ ഇല്ല. പിന്നെ ബിഗ് റോഡ് പ്രോജക്റ്റ് ഇൻ കേരള എന്ന് പറയുന്നത് കേരള അനൗൺസ് ചെയ്തിരിക്കുന്നത് 31 റോഡ് പ്രോജക്റ്റ് ആണുള്ളത്. അവിടുത്തെ വർത്ത് എന്ന് പറയുന്നത് $50,000 ആണ്. പക്ഷേ ഇന്ത്യ UAE അതായത് യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ടോക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിൽ ഒരു ട്രേഡ് ഡീലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിനായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻവിറോൺമെന്റൽ റൂൾസും പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ആക്ച്വലി ഇത്രയാണ് എന്തിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ റീസൺ ഡെവലപ്മെന്റ്സ് ഗ്ലോബൽ എക്കോണമിയിലും ഇന്ത്യൻ എക്കോണമിയിലും. ഓക്കെ, ഇപ്പൊ റീസൺ ഡെവലപ്മെന്റ്സ് ഗ്ലോബൽ ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമി ക്ലിയർ ആയോ? വിദ്യ, അഞ്ജന, ഭാഗ്യ, അനീഷ, ക്ലിയർ ആയോ? പ്രവിത, ഓക്കെ. പ്രവിത കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാ. രമ്യ കണ്ടില്ലല്ലോ. അഞ്ജന, രമ്യ, ഭാഗ്യ, അനീഷ. ഓക്കെ, അസ്ലമി എവിടെ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ്, അതായത് ഈ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് നമുക്ക് മൊഡ്യൂൾ 5 ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, മൊഡ്യൂൾ 5 ഫസ്റ്റ് ടോപ്പിക് ആണ് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി. നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ആണ് ഈ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി കഴിഞ്ഞിട്ട് നമുക്ക് സൺഡേയിലെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഇന്ന് എടുത്ത ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഫസ്റ്റ് ആണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമിയാണ്. അവിടുത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6% 7% ആണ് പെർ ഇയർ ഉള്ളത് റീസെന്റ് ടൈം ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രോങ് സർവീസ് സെക്ടർ ആണ്. അതായത് സർവീസ് സെക്ടർ ഉദ്ദേശിക്കുന്നത് IT, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഒക്കെ എന്നൊക്കെ പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് പാർട്ടാണ് ഇന്ത്യൻ എക്കോണമിയിൽ തന്നെ. നെക്സ്റ്റ് ഗ്രോയിങ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ ഇപ്പോൾ എന്താണ് നൗ ഹാവ് ബെറ്റർ ജോബ്സും ഹയർ ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാർജ് മിഡിൽ ക്ലാസ് ഉണ്ട് വിത്തിൻ മോർ സ്പെൻഡിങ് പവറിൽ തന്നെ. ഓക്കെ, അടുത്ത ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മാസീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലാർജ് ആണ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഉള്ളത് റോഡിൽ, റെയിൽവേയിൽ, എയർപോർട്ട്, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഇതൊക്കെ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുക ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക. അതായത് ഇന്ത്യ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഒരുപാട് FDI എന്നാണ്. അതായത് ഇപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക്കൽ, ഓട്ടോമൊബൈൽ, കൊമേഴ്സ്, ഇതൊക്കെ. സോ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഈസ് അട്രാക്റ്റീവ് മോർ FDI ആണ് ഈ സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്കലും ഓട്ടോമൊബൈലും കൊമേഴ്സിലൊക്കെ. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഇക്കോണമി പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി. സോ റീസെന്റ് ആയിട്ട് 6% to 7% ആണ് റീസെന്റ് ടൈം ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ്. അടുത്ത സ്ട്രോങ് സർവീസ് സെക്ടർ, ഗ്രോയിങ് മിഡിൽ ക്ലാസ്, ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ്. ഓക്കെ, ഇനി സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്? ആക്ച്വലി ഷിഫ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ടു സർവീസ്, അതായത് അഗ്രികൾച്ചറിൽ നിന്ന് സർവീസിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂവർ പീപ്പിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഫാമിങ്ങിലോട്ട്. പിന്നെ മോർ വർക്ക്, ഒരുപാട് പീപ്പിൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
സർവീസിലും ഇൻഡസ്ട്രിയിലോട്ടും. അടുത്ത ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ ഷെയർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ലെസ് ദാൻ 20% ആണ് ഇന്ത്യൻ GDP-ലോട്ട്. അപ്പോൾ മെനി സ്റ്റിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് റൈസ് ഓഫ് ഡിജിറ്റൽ എക്കോണമി പറയും. ഇന്നിപ്പോൾ ഡിജിറ്റൽ എക്കോണമി ആയി അല്ലേ. ഇന്ത്യ സീനിയ റാപ്പിഡ് ഗ്രോത്ത് ആണ് ഡിജിറ്റൽ പേയ്മെന്റിലും കൊമേഴ്സിലും ടെക് സ്റ്റാർട്ടപ്സിലൊക്കെ ഉള്ളത്. ഓക്കെ, അർബനൈസേഷൻ പറഞ്ഞാൽ മോർ പീപ്പിൾ, ഒരുപാട് പീപ്പിൾ എവിടേക്ക് മൂവ് ചെയ്യാണ്, സിറ്റീസിലോട്ട് മൂവ് ചെയ്യാണ്, ബെറ്റർ ജോബിനും എഡ്യൂക്കേഷനും. അപ്പോൾ അവിടെ എന്താ ഉള്ളത്, ഗ്രോത്തും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ പോളിസി റീഫോംസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് റീഫോംസ് ആണ് GST, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇക്കോണമിനെ മോഡേണൈസ് ചെയ്യുക. പക്ഷേ ഗ്രോത്ത് ഓഫ് മാനുഫാക്ചറിങ് പറയുമ്പോൾ മാനുഫാക്ചർ എന്ത് ചെയ്യുക, കൂടെ എക്സ്പാൻഡ് ചെയ്യുക ഗവൺമെന്റ് സപ്പോർട്ടിലൂടെ, ഈ സ്കീംസും കാര്യങ്ങളുടെ PL, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഇതിലൂടെയൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ എന്താണെന്ന് ആദ്യം എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, സോ എന്തൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കോണമി എന്തൊക്കെയായിരുന്നു, ഷിഫ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ടു സർവീസ്, നെക്സ്റ്റ് ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ ഷെയർ, നെക്സ്റ്റ് റൈസ് ഓഫ് ഡിജിറ്റൽ എക്കോണമി, അർബനൈസേഷൻ, പോളിസി റിഫോംസ്, നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് മാനുഫാക്ചറിങ്. ഓക്കെ, സോ അതാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, സോ ഇതിപ്പോൾ ക്ലിയർ ആയോ? പക്ഷേ ഇനി നമുക്ക് വരാൻ പോകുന്ന ഗ്രോത്ത് ആൻഡ് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ടു GDP ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ടോപ്പിക്ക് നാളെ എടുക്കാം, നാളത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുത്തതിൻ്റെ ടോപ്പിക്കും സൺഡേയിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ടല്ലോ അതും കൂടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ രമ്യ, അത് ഇന്നലെ തൊട്ട് അങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പം ഓക്കെ ആണെന്നാ പറഞ്ഞു. ഇന്നുകൂടെ ഞാൻ നോക്കാൻ പറയാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിന് ചെയ്യാം, എൻ്റെ ഒപ്പം ചെയ്ത് വരണേ. ഓക്കെ, ഓക്കെ ഭാഗ്യ, അങ്ങനെ കുറച്ച് പേര് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം പോണേ. ഓക്കെ, സോ ശ്രദ്ധിച്ചോളൂ. ആദ്യം ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ ഇത് ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഒപ്പം ചെയ്തു വരിക. ആഡം സ്മിത്ത്, നെക്സ്റ്റ് ഡേവിഡ് റിക്കാർഡോ ആൻഡ് ഹെക്ടർ ഓഹ്ലിൻ തിയറീസ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ആഡം സ്മിത്ത് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ബേസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഫാക്ടർ എൻഡോമെന്റ്. എന്താ ആൻസർ? ഓപ്ഷൻ ബി, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡേവിഡ് റിക്കാർഡോ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ്. ഡേവിഡ് റിക്കാർഡോ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ബി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ ഡേവിഡ് റിക്കാർഡോ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹെക്ടർ ഓഹ്ലിൻ തിയറി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ഹെക്ടർ ഓഹ്ലിൻ തിയറി എക്സ്പ്ലെയിൻ ട്രേഡ് ബേസ്ഡ് ഓൺ, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ട്രേഡ് ബേസ്ഡ് ഓൺ ടെക്നോളജി ഡിഫറൻസസ്, ലേബർ പ്രൊഡക്ടിവിറ്റി, ഫാക്ടർ എൻഡോമെന്റ് ലൈക്ക് ലേബർ ആൻഡ് ക്യാപിറ്റൽ, കൺസ്യൂമർ പ്രിഫറൻസസ്. സോ എന്താണ് ഹെക്ടർ ഓഹ്ലിൻ തിയറി എന്താ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ട്രേഡ് ബേസ്ഡ് ഓൺ ഫാക്ടർ എൻഡോമെന്റ് ലൈക്ക് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി. ഓക്കെ, സോ എൻ്റെ ഒപ്പം ചെയ്ത് വന്നേക്കണേ. അടുത്തതാണ് അക്കോർഡിംഗ് ടു ഹെക്ടർ ഓഹ്ലിൻ അബണ്ടന്റ് കൺട്രി വിൽ എക്സ്പോർട്ട്. അബണ്ടന്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉള്ള കൺട്രി എന്താണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. ലേബർ ഇന്റൻസീവ് ഗുഡ്സ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്. ഓപ്ഷൻ സി, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് എ ലോവസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. കസ്റ്റം യൂണിയൻ, എക്കണോമിക് യൂണിയൻ, ഫ്രീ ട്രേഡ് ഏരിയ, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. സോ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വിത്ത് നോ ഇന്റേണൽ ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഈസ് കോൾഡ് ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റം യൂണിയൻ, എക്കണോമിക് യൂണിയൻ, കോമൺ മാർക്കറ്റ്. ഓപ്ഷൻ ബി, കസ്റ്റം യൂണിയൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് European Union is an example of. Option A, free trade area, B, economic union, C, custom union only, D, preferential trade area. So നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ ബി, എക്കണോമിക് യൂണിയൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഈസ് അലൗഡ് ഇൻ കസ്റ്റം യൂണിയൻ, കോമൺ മാർക്കറ്റ്, പ്രൊഫഷണൽ ട്രേഡ് ഏരിയ, പൊളിറ്റിക്കൽ യൂണിയൻ. സോ കോമൺ മാർക്കറ്റ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, സോ റീസൺ എക്കണോമിക് ഡെവലപ്മെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻ 2025 ഇന്ത്യ ഫൈനലൈസ്ഡ് എ ഫ്രീ ട്രേഡ് വിത്ത് വിച്ച് കൺട്രി? ഓപ്ഷൻ എ USA, UK, ജർമ്മനി, ജപ്പാൻ. സോ ഓപ്ഷൻ ബി, UK. ഓക്കെ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആരായിട്ട് നടത്തിയിട്ടുള്ളത്? അതായത് UK ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ്
India Middle East Europe Economic Corridor aims to replace Indian Railway, promote air travel, improve trade routes, stop imports. Option C, improve trade routes. Okay. Next ആണ്, which region is part of the African continental free trade area? So Asia, South Africa, Africa, Europe. Option C, Africa. Okay. Next topic എന്ന് പറയുന്നത് growth and structural changes in Indian economy ആണ്. So as of 2024 to 25, which sector contributes the most to India's GDP? Agriculture, service, industry, mining. So answer is option B, services. Okay. So next, which sector in India employs the most people? Services, industry, agriculture, IT. That is option C, agriculture. Okay. So next, structural changes in economy means option A, increase in tax rates, B, shift in the share of sector over time, reduction in population, decrease in prices. Option B is a shift in the share of sector over time. So next, the PLI scheme is launched to boost agriculture only, services, domestic manufacturing, tourism. So എന്തായിരുന്നു PLI എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു മെയിൻ ആയിട്ട്? ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റപ്പ് ചെയ്യാനാണ്, ഇൻക്രീസ് ചെയ്യാൻ. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? അനീഷ, സാൻഡ്ര എത്ര നേരം കണ്ടില്ലല്ലോ. പ്രവിത, വിദ്യ, അഞ്ജന, അനീഷ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. സോ നമുക്ക് ഇനി മറ്റേ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. മോക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവേ. ശ്രദ്ധിക്കുക. ആക്ച്വലി മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ എൻ്റെ ഒപ്പം ചെയ്ത് വരിക കേട്ടോ. ശ്രദ്ധിക്കണേ. സോ ഫസ്റ്റ് ആണ്, വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് എക്കണോമിക് ഡെവലപ്മെന്റ്? ഇപ്പൊ നമ്മുടെ പ്രീവിയസ് വീക്കിലെ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലിസൺ. സോ വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻ എക്കണോമിക് ഡെവലപ്മെന്റ്? സോ എന്തായിരുന്നു? increase in per capita income, growth in GDP, improvement in living standards and reduction in poverty, increase in industrial output. എന്തായിരുന്നു നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി. ഓക്കെ. ഓപ്പൺ ചെയ്ത് വരണേ. നെക്സ്റ്റ് ആണ്, which of the following is a qualitative indicator of economic development? Per capita income, literacy rate, GDP, growth rate, industrial population. Option B. Okay. Literacy rate. Next ആണ്, who developed the concept of basic needs approach to economic development? Adam Smith, Amartya Sen, Mahbub ul Haq, International Labour Organization. So option D, International Labour Organization. Okay. Next ആണ്, which index is used by United Nations to measure human development? GDP, gross domestic product, HDI, human development index, gross national product, consumer price index. Okay. CPI എന്തായിരുന്നു? Consumer price index. Okay. So answer option B. Next, which of the following is not included in human development index? Life expectancy, education, per capita income, inflation rate. So option D, inflation rate. Okay. So next ആണ്, per capita income is calculated by dividing national income by total export, national income by total exports, national income by total population, total GDP by total investment, GDP by working population. So നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, national income by total population. Next ആണ്, which of the following which of the following indicator reflect income inequality in an economy? HDI, Gini coefficient, CPI, GDP. Gini coefficient, option B. Okay. So next ആണ്, the Lorentz curve is used to measure economic growth, price elasticity, income inequality, employment rate. So answer option C, income inequality. Next, in a perfectly equal society, Lorentz curve would be straight line at 45 degree, a downward sloping curve, a vertical line, an exponential curve. So option, and then answer is straight line 45 degrees, a straight line at 45 degrees. Next, who is considered as father of classical economics? എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സ് മോഡേൺ എക്കണോമിക്സിന്റെ ഒക്കെ ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്? കാൾ മാർക്സ്, ആദം സ്മിത്ത്, ജോൺ മൈനർഡ് കെയ്ൻസ്, ഡേവിഡ് റിക്കാർഡ്. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ബി, ആദം സ്മിത്ത് ആണ്. ഓക്കെ. ഇനി ലോവസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ നോൺ as എന്താ? ഡ്യുവൽ സെക്ടർ മോഡൽ, ഡിപെൻഡൻസി മോഡൽ, സ്ട്രക്ചറലിസ്റ്റ് മോഡൽ, നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. സോ ഓപ്ഷൻ എ ഈസ് എ ഡ്യുവൽ സെക്ടർ മോഡൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ്, in Lewis theory, surplus labor is transferred from industry to agriculture, rural to urban informal sectors,
agriculture to industry, service to manufacturing. So option C, agriculture to industry. Okay. Next, according to the Harrod-Domar model, economic growth depends primarily on human capital and technology, government spending, savings rate and capital output ratio, money supply and interest rate. So എന്തായിരുന്നു savings rate and capital output ratio. Okay. In next, according to the Solar model, in the long run, growth is driven by population growth, capital accumulation, technological progress, government policy. Option C is technological progress. Next, which economist emphasized the importance of capital formation in developing countries? Paul Samuelson, Ragnar Nietzsche, Arthur Lewis, John Robinson. So option B is a Ragnar Nietzsche. Okay. So next, according to next, major obstacle to economic development എന്ന് പറയുന്നത് എന്താണ്? Inflation, vicious circle of poverty, excess demand, trade surplus. So major obstacle of economic development എന്ന് പറയുന്നത് vicious circle of poverty ആണ്. Option B. Okay. Next, unbalanced growth strategy was proposed by Albert Hirschman, W. Rostow, Paul Rosenstein and A.K. Sen. So answer option A, Albert Hirschman. Okay. So next ആണ്, according to Liebenstein, the major obstacle to development in underdeveloped country is inflation, low marginal efficiency of capital, low level equilibrium trap, budget deficit. So option B, low, option C, low labor and then low level equilibrium trap. Okay. Option C. Next, according to Fereins, when the marginal productivity of labor in agriculture become positive, it indicates beginning of capital flight, full employment in agriculture, end of surplus labor, a fall in industrial wages. Option C. Okay. End of surplus labor. Next ആണ്, which of the following is a policy implication of the critical minimum effort disease? Avoid all public investment, only small scale industry should be developed, massive initial investment is necessary to break the cycle of poverty, encourage capital flight. So answer എന്താണ്? Massive initial investment is necessary to break the cycle of poverty. Option C. Okay. So clear ആയോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നെടുത്ത ടോപ്പിക്സ് നമ്മൾ മോക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? അതായത് സ്മിത്ത്, റിക്കാർഡോ, ഹെക്സ്റ്റർ ഹോളിൻ, ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ, റീസെന്റ് ഡെവലപ്മെന്റ്സ്, ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ലാസ്റ്റ് എന്തെങ്കിലും ഇട്ട ക്വസ്റ്റ്യൻസും ക്ലിയർ ആയോ? ജിൻസി, സാൻഡ്ര, അസ്ലമിയ. അസ്ലമിയ, ഇന്നലെ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇട്ട നമ്മൾ സ്മിത്ത്, റിക്കാർഡോ, ഹെക്സ്റ്റർ ഹോളിൻ ഉണ്ടല്ലോ, അത് കുറച്ച് പാരഗ്രാഫായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് പോയിന്റ് വൈസ് ആയിട്ട് ഇത് നോട്ട്സ് വെച്ചു. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻസാണ് ഞാൻ വെച്ചത് കേട്ടോ, ഒന്നും കൂടെ നിങ്ങൾക്ക് സിമ്പിളായി പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഒത്തിരി പാരഗ്രാഫ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാന്ന് വെച്ചിട്ട് പോയിന്റ് വൈസ് ആയിട്ട് മാറ്റി തന്നതാ. ഓക്കെ. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോളൂ കേട്ടോ, പറഞ്ഞുതരാവേ. ജിൻസി, വിദ്യ, അനീഷ, വിദ്യ, പ്രവിത, ഷിഫ്ന, രമ്യ, ജന, സാൻഡ്ര. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എൻ്റെ ഒപ്പം ചെയ്തു തന്നല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ. പ്രവിത, ഷിഫ്ന, ഭാഗ്യ, അസ്ലമിയ. ഓക്കെ. സോ അപ്പോൾ നന്നായി പഠിക്കുക, ഓരോ ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഓക്കെ. സോ നമ്മളിപ്പോൾ മൊഡ്യൂൾ 5 നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റി ഒന്നും വിട്ടു പോകരുത്, നന്നായി പഠിക്കണേ. സ്റ്റാറ്റി, കൊമേഴ്സ് ഇതൊന്നും വിട്ടു പോകണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നന്നായി നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിക്കുക. ഓക്കെ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. സോ നാളത്തെ ക്ലാസ്സിന് കറക്റ്റ് നിങ്ങൾ 7:30 വായോ. ഓക്കെ. സോ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സെപ്പറേറ്റ് ടൈം ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത്, ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, നന്നായിരുന്നു പഠിക്കുക. ഓക്കെ. സോ താങ്ക് യു ഓൾ. അതേപോലെ എല്ലായിടത്തും ഇൻഫോം ചെയ്യുക, കറക്റ്റ് ലൈവ് സെഷനിൽ തന്നെ വരാം. ലൈവ് സെഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കാം, നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടാകും.
ക്വസ്റ്റ്യൻസ് ഒത്തിരി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ വരിക. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ സാൻഡ്ര. ഓക്കെ അനീഷ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷിഫ്ന, പ്രവിത, അഞ്ജന. ഓക്കെ ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കറക്റ്റായി എത്താം. നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.